നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. എം സ്വരാജ് നയിക്കുന്ന ജാഥയെ വരവേറ്റത് പുലാമന്തോൾ പാലം പരിസരത്ത് വെച്ച്. സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, നവകേരളത്തിന്റെ രൂപരേഖയും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് എം സ്വരാജ്. സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹം ആരോപിച്ച് കോൺഗ്രസ്. മാർച്ച് 5-ന് കലം കമഴ്ത്തി സമരം നടത്തുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ഭൂമി തരം മാറ്റത്തിലൂടെ ലഭിച്ച 1606 കോടി രൂപ നെല്ല് സംഭരണ വില നൽകാനായി ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാക്കണം. കോയമ്പത്തൂരിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വണ്ടാഴി സ്വദേശിയായ ഭർത്താവ് വീട്ടിലെത്തി സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കി. ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് വണ്ടാഴി എറാട്ടുകുളമ്പ് വീട്ടിൽ കൃഷ്ണകുമാർ. കാരണം കുടുംബ പ്രശ്നങ്ങളെന്ന് പോലീസ്. കടമ്പഴിപ്പുറം വായില്യം കുന്നിൽ കുളം വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ അധികൃതർ. വിവിധ പ്രദേശങ്ങളിൽ റവന്യൂ സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. 3 ദിവസത്തിനിടെ പിടികൂടിയത് അനധികൃത പ്രവർത്തനത്തിലേർപ്പെട്ട 3 ടിപ്പർ ലോറികളും 2 മണ്ണുമാന്തികളും 1 കംപ്രസറും. പരിശോധന തുടരുമെന്ന് അധികൃതർ. തൃശൂർ മുണ്ടൂരിലെ എണ്ണ ഗോഡൌണിൽ വൻ തീപിടുത്തം. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. തീയിട്ടത് മുൻ ജീവനക്കാരൻ. വാണിയംകുളത്ത് പഞ്ചായത്ത് ഭരണത്തിനെതിരെ BJP. സ്വജനപക്ഷപാതവും ജനദ്രോഹവും ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. മീറ്ററില്ലാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യയാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവിനെതിരെ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. RTO ഓഫീസുകളിലേക്ക് തൊഴിലാളി മാർച്ച്. SSLC +2 പരീക്ഷകൾ തുടങ്ങി. റെഗുലർ വിഭാഗത്തിൽ ഇക്കുറി 10ാം തരം പരീക്ഷ എഴുതുന്നത് 4.25 ലക്ഷം വിദ്യാർത്ഥികൾ. പരീക്ഷ 26 വരെ. മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. എം സ്വരാജ് നയിക്കുന്ന ജാഥയെ ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ പാലം പരിസരത്ത് വെച്ചാണ് നേതാക്കൾ വരവേറ്റത്. സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, നവകേരളത്തിന്റെ രൂപരേഖയും സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് കൊപ്പത്തെ സ്വീകരണ യോഗത്തിൽ എം സ്വരാജ് പറഞ്ഞു. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ പതാക ജാഥ തിങ്കളാഴ്ചയാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത്. ആവേശകരമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ജില്ലയിൽ ഒരുക്കിയത്. എം സ്വരാജ് ക്യാപ്റ്റനായ പതാക ജാഥയെ ഉച്ചയ്ക്ക് 1:30 പുലാമന്തോൾ പാലം പരിസരത്ത് പാർട്ടി ജില്ലാ ഏരിയ നേതാക്കൾ സ്വീകരിച്ചു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു എം സ്വരാജിനെ ഷോൾ അണിയിച്ചു. NN കൃഷ്ണദാസ്, TK നാരായണദാസ്, സുബൈദ ഇസ്ഹാഖ്, MR മുരളി, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും സന്നിഹിതരായിരുന്നു. ജില്ലയിലെ ആദ്യ സ്വീകരണ യോഗം കൊപ്പം ടൗണിൽ നടന്നു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ജാഥയെ കൊപ്പത്തേക്ക് വരവേറ്റത്. എം സ്വരാജ്, വത്സൻ പനോളി, അനുശ്രീ എന്നിവരെ പ്രവർത്തകർ ഷോൾ അണിയിച്ചു. കേരളത്തിലെ ജനങ്ങൾ CPM സംസ്ഥാന സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് എം സ്വരാജ് പറഞ്ഞു. സമ്മേളനത്തിൽ പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുക, നവകേരളത്തിന്റെ രൂപരേഖ ചർച്ചയാകുമെന്നും എം സ്വരാജ് പറഞ്ഞു. അതീവ ശ്രദ്ധയും ഗൗരവവും നൽകുന്ന ഒന്നായി സംസ്ഥാന സമ്മേളനം മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് CPIM സംസ്ഥാന സമ്മേളനത്തെ നോക്കിക്കാണുന്നത്. ഇത്തവണ സമ്മേളനത്തിൽ പാർട്ടി സംഘടനാ കാര്യങ്ങൾ മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു രേഖ കൂടി ചർച്ചയ്ക്ക് വിധേയമാകുകയാണ്. ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ അതെല്ലാം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നവകേരളത്തിന്റെ രൂപരേഖയാണ് CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു രേഖ. സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് ജാഥയ്ക്ക് പട്ടാമ്പിയിലും സ്വീകരണം നൽകി. 100 കണക്കിന് പ്രവർത്തകരാണ് ജാഥയെ വരവേൽക്കാനെത്തിയത്. ഈ മാസം 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ചാണ് CPM സംസ്ഥാന സമ്മേളനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് കുളപ്പുള്ളിയിൽ സ്വീകരണം നൽകി. എം സ്വരാജ് നയിക്കുന്ന ജാഥ വൈകിട്ട് 4:30 കുളപ്പുള്ളിയിലെത്തിയത്. സ്വീകരണ യോഗത്തിൽ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം സ്വരാജ്, ജാഥ മാനേജർ
വത്സൻ പനോളി, ജാഥാംഗം കെ അനുശ്രീ, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NN കൃഷ്ണദാസ്, CK രാജേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S കൃഷ്ണദാസ്, MR മുരളി, M ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. LC സെക്രട്ടറി N ജയപാൽ സ്വാഗതം പറഞ്ഞു. ശാസ്ത്രം അനുകൂലമായ ഒരു ഉത്തരം കണ്ടെത്തിയിട്ടില്ല. മരിച്ചുപോയാൽ മനുഷ്യർ മരിച്ചുപോയതാണ്. എന്നാൽ മരിച്ചുപോയ പദ്ധതികൾക്ക് ജീവൻ കൊടുക്കാനാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ, അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മരിച്ചു മണ്ണടിഞ്ഞു പോയി എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട പദ്ധതികൾക്ക് നവജീവൻ പകർന്നു കൊടുക്കുന്ന ഒരു മഹാജാലവിദ്യയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ കേരളത്തിൽ ഈ കാലത്ത് ഇപ്പോൾ നടന്നത്. അങ്ങനെയാണ് ദേശീയപാതാ വികസനം, കൊച്ചിയിടവൻ പവർ ഹൈവേ, ഗെയിൽ, ഇതെല്ലാം അങ്ങനെ നാം ജീവൻ വെപ്പിച്ച പദ്ധതികളാണ്. കോയമ്പത്തൂരിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വണ്ടാഴി സ്വദേശിയായ ഭർത്താവ് വീട്ടിലെത്തി സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കി. വണ്ടാഴി എറാട്ടുകുളമ്പ് വീട്ടിൽ 52 വയസ്സുള്ള കൃഷ്ണകുമാറാണ് ഭാര്യ സംഗീതയെ കോയമ്പത്തൂരിൽ പോയി കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലെത്തി ജീവനൊടുക്കിയത്. പാലക്കാട് വണ്ടാഴിയിലെ വീട്ടിൽ നിന്ന് രാവിലെ 6 മണിയോടെയാണ് കൃഷ്ണകുമാർ കോയമ്പത്തൂരിലെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് എത്തിയത്. വിദ്യാർത്ഥികളായ 2 മക്കളും പോയതിനു ശേഷം ഭാര്യ സംഗീതയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തിരികെ പാലക്കാട് വണ്ടാഴിയിലെ കിഴക്കേത്തറ എറാട്ടുകുളമ്പിലെ വീട്ടിലെത്തിയ കൃഷ്ണകുമാർ സ്വയം വെടിവെച്ച് മരിക്കുകയാണുണ്ടായത്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൃഷ്ണകുമാർ മരിക്കുന്ന സമയത്ത് വീട്ടിൽ അച്ഛനും അമ്മയുമാണ് ഉണ്ടായിരുന്നത്. കോയമ്പത്തൂരിലായിരുന്ന കൃഷ്ണകുമാർ കഴിഞ്ഞ ആഴ്ചയാണ് വണ്ടാഴിയിലെ വീട്ടിലേക്ക് എത്തിയത്. സംഗീതയും കൃഷ്ണകുമാറും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ആറാട്ടുകുളം വൃത്തിയാക്കാൻ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കഴുത്തിറ്റിൽ വീട്ടിൽ പരേതനായ സുകുമാരന്റെ മകൻ 28 വയസ്സുള്ള ശ്രീനാഥാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4:30യോടെയാണ് ശ്രീനാഥ് കുളത്തിൽ താഴ്ന്നു പോയത്. കോങ്ങാട്, മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. 6:30യോടെ പാലക്കാട്ട് നിന്ന് സ്കൂബ ടീം എത്തി. തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും ശ്രീനാഥിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രി 9:30യോടുകൂടി സ്കൂബ ടീം തിരച്ചിൽ അവസാനിപ്പിച്ചു. തുടർന്ന് കുളത്തിലെ വെള്ളം വറ്റിക്കുന്നതിനു വേണ്ടി മോട്ടോർ വെച്ച് വെള്ളമടിച്ചെങ്കിലും മോട്ടോർ കേടായതിനാൽ ആ പ്രവൃത്തിയും നിർത്തിവെച്ചു. തിങ്കളാഴ്ച രാവിലെ വെള്ളം വറ്റിക്കാൻ ശ്രമം പുനരാരംഭിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതശരീരം ചെളിയിൽ താഴ്ന്ന നിലയിലായിരുന്നു. കരക്കെത്തിച്ച മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രീകൃഷ്ണപുരം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സമൂഹം സ്വാമി വിവേകാനന്ദനെ മാതൃകയാക്കിയാൽ ഇന്നത്തെ അശാന്തമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഷൊർണൂർ ഗണേശ്ഗിരിയിൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ഓൺലൈനായാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ AM രഘുറാം അധ്യക്ഷത വഹിച്ചു. ഞരളത്ത് ഹരിഗോവിന്ദൻ അരങ്ങുണർത്തി. കൺവീനർ EP നന്ദകുമാർ സ്വാഗതം പറഞ്ഞു. പ്രബുദ്ധ കേരളം ചീഫ് എഡിറ്റർ സ്വാമി നന്ദാത്മജാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. ഷൊർണൂർ വിവേകാനന്ദ പഠനകേന്ദ്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രഭാശങ്കർ, BJP ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, രഞ്ജിത്ത് വേണുഗോപാൽ, സിജു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിവേകാനന്ദ പ്രശ്നോത്തരി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം മധു, SP മുരളി എന്നിവർ നിർവഹിച്ചു. ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ചടങ്ങിൽ ഭാരവാഹികൾ ഏറ്റുവാങ്ങി. കുട്ടികളുടെ കലാവിരുന്നുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സർക്കാരിന്റെ കർഷകദ്രോഹത്തിനെതിരെ മാർച്ച് 5-ന് കലം കമഴ്ത്തി സമരം നടത്തുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ഭൂമി തരം മാറ്റത്തിലൂടെ ലഭിച്ച 1606 കോടി രൂപ നെല്ല് സംഭരണ വില നൽകാനായി ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്നും A തങ്കപ്പൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 വർഷമായി സർക്കാർ കർഷകരെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് A തങ്കപ്പൻ ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് മോഹിപ്പിച്ച സർക്കാർ പിന്നീട് കർഷകരെ വഞ്ചിച്ചു. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം കേരളം ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുകയാണ്. വന്യജീവി ആക്രമണ ഭീഷണിയിൽ പാടത്തുപോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്കും കൃഷി നശിച്ചവർക്കും ഒരു സഹായവും ലഭിക്കുന്നില്ല. കൃഷിക്കായി നിർമ്മിച്ച മലമ്പുഴ ഡാമിലെ വെള്ളം
കർഷകർക്ക് നൽകാതെ ബ്രൂവറിക്ക് നൽകാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആളിയാറിൽ നിന്ന് അർഹതപ്പെട്ട വെള്ളവും നേടിയെടുക്കാനാകുന്നില്ല. കടത്തിൽ ജീവിക്കുന്ന കർഷകൻ കടത്തിൽ മരിക്കേണ്ട സ്ഥിതിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന കലം കമഴ്ത്തി സമരത്തിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ, മുൻ പ്രസിഡന്റ് K. മുരളീധരൻ, AP അനിൽകുമാർ എന്നിവർ പങ്കെടുക്കുമെന്നും A. തങ്കപ്പൻ പറഞ്ഞു. കൃഷി ചെയ്യാൻ ഉറപ്പുവരുത്തുന്ന പകരം ബ്യൂവറേജിൽ കൊടുക്കാനാണ് ഗവൺമെന്റ് താല്പര്യം. ഇപ്പോൾ തന്നെ ഒരു മൂപ്പുട്ട കൃഷി ഈ മേഖലയിൽ ഇട്ടാൽ മലമ്പുഴ മുഴുവൻ നന്നായി വെള്ളം തുറന്നെങ്കിൽ മാത്രം ആ കൃഷി എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ മലമ്പുഴ വെള്ളത്തിന് കിട്ടേണ്ട കൃഷിക്കാർക്ക് കിട്ടേണ്ടതിനും കൊടുക്കുന്നില്ല. അതിന് തിരിച്ചു വക മാറ്റി മറ്റൊരു പതിക്ക് പോകുന്നു. പറമ്പിക്കുളത്ത് കിട്ടുന്നതിന് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ കൃഷിക്കാർ ദുരിതത്തിലേക്ക് പോകുന്നു, കടത്തുനിന്ന് കടത്തിലേക്ക് പോകുന്നു. കടത്തി ജീവിച്ച് കടത്തി മരിക്കേണ്ട ഗതിയാണ് പാലക്കാട് കൃഷിക്കാർ. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് കോൺഗ്രസ് പാർട്ടി തന്നെ കർഷക സംസ്ഥാന സെക്രട്ടറി ഡി സെക്രട്ടറിയാണ് ശിവരാജ്, അതുപോലെ തന്നെ രാമേന്ദ്രൻ. ഇവിടെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കാൻ കാരണം ഇതിനു മുമ്പ് ഞാൻ പറയാം, ഇതിനു മുമ്പ് കലക്ടറേറ്റ് മുമ്പ് ഞാനൊരു സമരം ഏറ്റെടുത്തതാണ്. ആ ഏറ്റെടുത്ത് അത് ഇതായിരുന്നു, എന്ന് വെച്ചാൽ നെല്ലിന് താങ്ങുവില നീട്ടി കൊണ്ടുപോയി പഴയ അത് പ്രഖ്യാപിച്ചപ്പോൾ ഒരു രക്ഷയിലാണ് ഒരു ദിവസം ഉപവാസം നടത്തി. പിന്നെ 2 സമരങ്ങൾ പ്രഖ്യാപിച്ചായിരുന്നു. അത് ഒന്ന് MT വാസുദേവൻ മരണത്തിനും അതുപോലെ മൻമോഹൻ സിംഗ് മരണത്തിനും 2 സമരം മാറ്റിവെച്ചു. വീണ്ടും ജില്ലാ കോൺഗ്രസ് സമര പരിപാടിയിൽ മുന്നോട്ട് പോവുകയാണ്. ഗവൺമെന്റിന്റെ ശ്രദ്ധ വേണം. പാലക്കാട് കർഷക ജില്ലയാണ്. ഇവിടെ കർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആ സമര പരിപാടിയായി മുന്നോട്ട് പോകണം. അതിന്റെ തുടർച്ചയാണ് ഞങ്ങൾ ആദ്യം തുടങ്ങി. ഇപ്പൊ 2ാമത്തെ സമരമായിട്ട് കോട്ടമൈതാനത്തിൽ പോകുന്നു. വീണ്ടും അവര് പരിഹാരം കാണുന്നത് വരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സമരമായിട്ട് മുന്നോട്ട്. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. ശിവരാജൻ, DCC ജനറൽ സെക്രട്ടറി V. രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡിവൈഎഫ്ഐ മനുശ്ശേരി മേഖലാ കമ്മിറ്റി ഒറ്റപ്പാലം PWD റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരനായ കോൺട്രാക്ടർക്കെതിരെ സർക്കാർ നയത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം. CPM മനുശ്ശേരി ലോക്കൽ സെക്രട്ടറി K. കൃഷ്ണകുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. 20-ാം തീയതി മുതൽ ഈ സമരത്തിന്റെ രൂപം മാറും. ആ സമരത്തിന്റെ രൂപം മാറുമ്പോൾ ഈ പോലീസ് ഒന്നും പോരാ നിങ്ങളെ സംരക്ഷിക്കാൻ, ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. എവിടെയൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ പോലീസിനെയും കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളൂ. 20-ാം തീയതിക്കുള്ളിൽ ആ പണി പൂർത്തീകരിക്കുകയോ ഈ കരാറുകാരനെയോ ഉദ്യോഗസ്ഥർക്കെതിരെയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ കോലം മാറും. ഞങ്ങൾ ഈ റോട്ടിലൂടെ നടക്കാൻ കഴിയാത്ത സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോയി കിടക്കുന്നതാണ് എന്നത് ഡിവൈഎഫ്ഐക്കാർ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് A. ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് K. രാഹുൽദാസ്, മേഖലാ സെക്രട്ടറി U. പ്രതീഷ്, വാണിയംകുളം പഞ്ചായത്ത് അംഗം സുജിത് P. രാജ്, EK നിഷാദ്, T. വേലുദാസ് എന്നിവർ പ്രസംഗിച്ചു. കോൺട്രാക്ടർക്കെതിരെ നടപടിയെടുക്കാമെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. റോഡ് പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. 20-ാം തീയതിക്കുള്ളിൽ നടപടിയായില്ലെങ്കിൽ PWD ഓഫീസിനു മുന്നിൽ കുടിൽകെട്ടി സമരം ആരംഭിക്കുമെന്ന് CPM ലോക്കൽ സെക്രട്ടറി K. കൃഷ്ണകുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി പട്ടാമ്പി റവന്യൂ സ്ക്വാഡ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ മേഖലയിൽ ശക്തമായ പരിശോധനയാണ് അധികൃതർ നടത്തിയത്. 3 ടിപ്പർ ലോറികളും 2 മണ്ണുമാന്തികളും 1 കംപ്രസറും റവന്യൂ സംഘം പിടിച്ചെടുത്തു. തിരുമിറ്റക്കോട് വില്ലേജിൽ എഴുമങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ് അനധികൃതമായി മണ്ണെടുത്ത് കടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന 1 മണ്ണുമാന്തിയും 2 ടിപ്പർ ലോറികളും പിടിച്ചെടുത്തത്. തൃത്താല വില്ലേജിൽ മേഴത്തൂരിൽ അനധികൃതമായി ഖനനം നടത്തിക്കൊണ്ടിരുന്ന 1 മണ്ണുമാന്തിയും കപ്പൂർ വില്ലേജ് പരിധിയിലെ കുമരനെല്ലൂരിൽ നിന്ന് അനുമതിയില്ലാതെ കരിങ്കല്ല് കടത്തുകയായിരുന്ന 1 ടിപ്പർ ലോറിയും റവന്യൂ അധികൃതർ പിടികൂടി. തൃത്താല വില്ലേജിൽ അനധികൃതമായി നെൽവയൽ പരിവർത്തനം നടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കംപ്രസർ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു. കംപ്രസർ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരവും മറ്റുള്ളവ കേരള മൈനർ മിനറൽ കൺസ്ട്രക്ഷൻ റൂൾ പ്രകാരവുമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി സബ് കളക്ടർക്കും
ജില്ലാ കലക്ടർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തഹസിൽദാർ TP കിഷോർ, ഡെപ്യൂട്ടി തഹസിൽദാർ ഷർമിള, വില്ലേജ് ഓഫീസർ ഷീജ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി. 4,27,021 കുട്ടികളാണ് ഇക്കുറി പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ക്രമീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ 2,964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9, ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതുന്നത്. SSLC, TH SSLC, AHSLC പരീക്ഷകൾ 26-ന് അവസാനിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകൾക്കാണ് തിങ്കളാഴ്ച തുടക്കമായത്. 1ാം വർഷ പരീക്ഷകൾ 6-ന് തുടങ്ങും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4,13,417 വിദ്യാർത്ഥികൾ 1ാം വർഷ പരീക്ഷയും 4,44,693 വിദ്യാർത്ഥികൾ 2ാം വർഷ പരീക്ഷയും എഴുതും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 1ാം വർഷം 26,831 വിദ്യാർത്ഥികളും 2ാം വർഷം 26,371 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. സമ്മർദ്ദമില്ലാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞെന്നും പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നെന്നും പട്ടാമ്പിയിൽ SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥിനി പറഞ്ഞു. SSLC ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 11 വരെയും 21 മുതൽ 26 വരെയും 2 ഘട്ടങ്ങളിലായി നടക്കും. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയവും ഏപ്രിൽ 3 മുതലാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ലോകത്ത് നിന്ന് എഴുതിത്തള്ളാനാകില്ലെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. ഇന്ത്യ നിലനിൽക്കാൻ വലിയ ത്യാഗം സഹിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും ആഞ്ചലോസ് പറഞ്ഞു. മണ്ണൂരിൽ സംഘടിപ്പിച്ച CPI ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമവും നടന്നു വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ലോകത്ത് നമ്മുടെ രാജ്യത്ത് എഴുതള്ളാൻ കഴിയില്ല. കാരണം ഇന്നത്തേതുപോലെ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നതിന് വലിയ തോതിൽ ത്യാഗം അനുഭവിച്ചിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ചരിത്രത്തെ തിരുത്തുവാൻ വേണ്ടിയുള്ള സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പാഠപുസ്തക താളുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തമസ്കരിക്കുവാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ നാട്ടിലുണ്ട്. ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K വേലു, K മല്ലിക, KM മോഹൻദാസ്, മണ്ഡലം സെക്രട്ടറി മുരളി തരേക്കാട്, ശശിധരൻ, M ജയകൃഷ്ണൻ, P ബാബു എന്നിവർ സംസാരിച്ചു. KV ബാബു സ്വാഗതവും P ബാബു നന്ദിയും പറഞ്ഞു. പുതിയ ലോക്കൽ സെക്രട്ടറിയായി N തങ്കപ്പനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി P ബാബുവിനെയും തെരഞ്ഞെടുത്തു. 15 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് പള്ളിപ്പടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനെതിരെ BJP. അംഗൻവാടി നിയമനത്തിലെ സുജനപക്ഷപാതവും ജനദ്രോഹ ഭരണവും ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP ധർണ നടത്തി. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജീവിക്കാൻ ഭയപ്പെടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് P വേണുഗോപാൽ പറഞ്ഞു. വാണിയംകുളം പഞ്ചായത്ത് പ്രദേശത്താകട്ടെ സർക്കാർ സംവിധാനത്തിൽ ജോലി ലഭിക്കണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുവോ അയൽവാസിയോ ഒക്കെയായി ജനിക്കേണ്ട അവസ്ഥയാണ്. അംഗൻവാടി നിയമനത്തിൽ ഇക്കാര്യം വ്യക്തമായി കഴിഞ്ഞു. കേരളം ലഹരി മാഫിയയ്ക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഈ രാജ്യത്തെ പ്രത്യേകത വളരെ ബുദ്ധിമാനാണ്, ഞാനൊരു ബുദ്ധിജീവിയാണ് എന്നാണ് മന്ത്രിയുടെ ധാരണ. ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ വിവരം കെട്ട വാക്കുകൾ പറയുക എന്നതല്ല എന്നെങ്കിലും തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്ക് അനിഷ്ടമാണ്. ഒരു നാട്ടിലെ അരാജകത്വം പടരുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് അവിടുത്തെ ഭരണാധികാരികളാണ് എന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കാം.
തൊഴിലാളികളുടെ കുറ്റങ്ങളും നമ്മൾ ചോദിക്കാം. പക്ഷേ ഓരോരോ കാര്യങ്ങളും യഥാസമയം ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അതിന് പ്രേമം കൂടും. നമുക്ക് സിനിമ കണ്ടിട്ടാണ് KT ദേവസ്വം മാഷ് 1999 ഡിസംബർ മാസത്തില് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ചെന്ന് വെട്ടിക്കൊന്നത് CPM-കാർ DYFI-ക്കാർ. പന്നിന്നൂർ ചന്ദ്രൻ എന്ന് പറഞ്ഞ കണ്ണൂരിലെ BJP നേതാവിനെ ഭാര്യയുടെയും സഹോദരന്റെയും മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നത് അന്ന് സിനിമ കണ്ടിട്ടാണ്. പരുമല ദേവസ്വം കോളേജിലെ ABP വിദ്യാർത്ഥികളെ പമ്പയാറിൽ വീഴ്ത്തി മുക്കിക്കൊന്നത് സിനിമ കണ്ടിട്ടാണ്. അപ്പോ ഇപ്പൊ വളരെ രസകരമായ മറ്റൊരു കാര്യം, ഇപ്പൊ ലഹരി വിരുദ്ധ ബോധവൽക്കരണമായിട്ട് SFI-ക്കാരും DYFI-ക്കാരും അറിഞ്ഞിരിക്കുന്നു. BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. BJP പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് AP പ്രസാദ് സ്വാഗതവും പഞ്ചായത്ത് അംഗം AC സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ A. ഗോപകുമാർ, P. ജയരാജ്, ജില്ലാ കമ്മിറ്റി അംഗം ഗോപിനാഥൻ, മണ്ഡലം സെക്രട്ടറിമാരായ വിജു, ഹർഷ ഹരിഹരൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ബേബി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. സ്വജനപക്ഷപാതപരമായ അംഗൻവാടി നിയമനങ്ങൾക്കെതിരെ പഞ്ചായത്ത് പ്രദേശത്തെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഗവർണർക്ക് നൽകാനുള്ള പരാതി BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ സ്വീകരിച്ചു. തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ മുണ്ടൂർ വേളക്കോട് ഓയിൽ ഗോഡൌണിൽ വൻ തീപിടുത്തം. തീയിട്ടത് മുൻ ജീവനക്കാരൻ ടിറ്റോ പോലീസിൽ കീഴടങ്ങി. പുലർച്ചെ 3:30യോടെയാണ് എണ്ണ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. വേളക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഗൾഫ് പെട്രോ കെമിക്കൽസ് ഓയിൽ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. കുന്നംകുളം, തൃശൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നായി 8 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആദ്യഘട്ടത്തിൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിരുന്നില്ല. പിന്നീടാണ് തീവെച്ചത് താനാണെന്ന് അവകാശപ്പെട്ട് മുൻ ജീവനക്കാരൻ മെഡിക്കൽ കോളേജ് പോലീസിൽ കീഴടങ്ങിയത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വൈരാഗ്യത്തിലാണ് തീവെച്ചതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി. പുലർച്ചെ 3:30 ആരംഭിച്ച തീപിടുത്തം ഫയർഫോഴ്സിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാവിലെ 8:45ഓടെയാണ് അണയ്ക്കാനായത്. തീപിടുത്തം രാത്രിയിലായതിനാൽ ആളപായം ഒഴിവായി. തീപിടുത്തത്തിൽ സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തെ റബ്ബർ എസ്റ്റേറ്റിലേക്കും തീ പടർന്നു. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. ഉത്തരവിനെതിരെ യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഒറ്റപ്പാലം ജോയിന്റ് RTO ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് APM റഷീദ് ഉദ്ഘാടനം ചെയ്തു. അതിന് കാരണം ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ഈ കേരളത്തിലെ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും അത്തരത്തിൽ അശാസ്ത്രീയമായ പരമ വിഡിത്തമായിട്ടുള്ള ഈ രാജ്യത്ത് ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മാത്രമല്ല മറ്റൊരു വിഭാഗത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മരമണ്ടൻ ഉത്തരവ്, ആ ഉത്തരവ് ഒരു തൊഴിലാളിയും നടപ്പിലാക്കണ്ട എന്ന് നമ്മുടെ യൂണിയൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ യൂണിയനിൽ മെമ്പർമാരല്ലാത്ത മറ്റ് സംഘടനകളിൽ മെമ്പർമാരായിട്ടുള്ള ആളുകൾ ആകെ ആ ഉത്തരവിനെ കാറ്റിൽ പരത്തിയിട്ടുള്ളത്. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AR വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി PA രാമൻകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M മോഹനൻ മാസ്റ്റർ, I ഷാജു, V കണ്ണൻ, K വീരാൻ, ഷെരീഫ്, C ഉണ്ണികൃഷ്ണൻ, K ശിവദാസൻ, VT സുരേഷ് ബാബു, TK അബ്ദുൽ ലത്തീഫ്, ജോൺസൺ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് RTO ഓഫീസ് മാർച്ച് നടത്തി. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇല്ലെങ്കിൽ സൗജന്യ യാത്ര എന്നെഴുതിയ സ്റ്റിക്കർ പതിക്കണമെന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്.
അഞ്ചുവിളക്ക് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് സമീപം പോലീസ് തടഞ്ഞു. പ്രതിഷേധ ധർണ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ ട്രഷറർ അബ്ദുൽ സുക്കൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ചിഞ്ചു ജോസ്, സോണി രാജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി പി രാധാകൃഷ്ണൻ, ആർ എം രാഗേഷ്, ജയ്സൺ പള്ളായി, ശശിധരൻ, ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ പുതുച്ചേരി ഡിവിഷൻ സെക്രട്ടറി എസ് പ്രദോഷ് സ്വാഗതവും മുണ്ടൂർ ഡിവിഷൻ പ്രസിഡന്റ് പ്രേമകുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാർട്ടിക്കാർക്ക് ജോലി നൽകാൻ ഇടതു സർക്കാർ ഭരണം ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ട്രേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് സംഘ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ നാരായണൻ. CPMന്റെ സുഖസൗകര്യങ്ങൾക്കു വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും കെ നാരായണൻ ആരോപിച്ചു. പതിറ്റാണ്ടുകളോളം പൊതുസേവനം നടത്തിയ ഉദ്യോഗസ്ഥരെ ജനദ്രോഹികളെന്ന് മുദ്രകുത്താനുള്ള ശ്രമമാണ് CPMും ഇടതു സംഘടനകളും നടത്തുന്നത്. ആവശ്യങ്ങളും അവകാശങ്ങളും സർക്കാരിന്റെ മുഖം നോക്കി ഉന്നയിക്കേണ്ട ഒന്നല്ലെന്നും നാരായണൻ പറഞ്ഞു. ശമ്പളത്തിന് വേണ്ടിയാണ് ഈ നാട്ടിലെ പെൻഷൻകാരും അധ്യാപകരും ജീവനക്കാരൊക്കെ സമരം ചെയ്യുന്നത്. അവരുടേതായ ജീവിത നിലവാരം സുരക്ഷിതമാക്കിക്കൊണ്ട് കഷ്ടപ്പാടിൽ നിന്നും ഉയർത്തെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിലെ പെൻഷൻകാർ സമരം ചെയ്യുന്നത്. അവർക്ക് ലഭ്യമാക്കുന്നതായിട്ടുള്ള ബെനിഫിറ്റുകളെ കാലാകാലങ്ങളായിക്കൊണ്ട് നിഷേധിക്കുന്ന രീതി ഈ ഇടതുപക്ഷ സർക്കാർ തുടർന്നുകൊണ്ട് പോവുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗം രഘുകുമാർ അധ്യക്ഷത വഹിച്ചു. ഷേണു, MK വാസുദേവൻ, R ഗിരിപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 41ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സംസാരിക്കുന്ന താലൂക്ക് ലൈബ്രറി സെക്രട്ടറി ആയിട്ടുള്ള വിജയൻ, ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന വാർഡ് കൗൺസിലർ സൗമ്യ, മുൻ നഗരസഭ വൈസ് ചെയർമാനായിട്ടുള്ള ആർ സുനി, വിജയപ്രകാശ് ശങ്കർ, നഗരസഭ കൗൺസിലറായിട്ടുള്ള കെ പ്രസാദ്, രാധാകൃഷ്ണൻ രാഹുൽ, ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 41ാമത് വാർഷികം വിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടി ഇന്നിവിടെ നടക്കുകയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് KP സുധീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C ബിജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ കൗൺസിലർ CK സൗമ്യ, മുൻ വൈസ് ചെയർമാൻ R സുനു, വിജയപ്രകാശ് ശങ്കർ, 13ാം വാർഡ് കൗൺസിലർ K പ്രസാദ്, K രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ക്ലബ്ബ് ട്രഷറർ PK സഞ്ജയൻ സ്വാഗതവും A രാഹുൽ നന്ദിയും പറഞ്ഞു. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രദേശത്തെ മികച്ച കർഷകരെ ആദരിച്ചു. സ്കൂൾ കോളേജ് തലത്തിൽ റാങ്ക് ജേതാക്കൾ, മികച്ച കലാകായിക ശാസ്ത്രമേളകളിലെ പ്രതിഭകൾ എന്നിവരെയും അനുമോദിച്ചു. ഷൊർണൂർ നഗരസഭയെ കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി തെരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകിയ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിനെയും യോഗത്തിൽ ആദരിച്ചു. അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആദരമൊരുക്കി. വയോജനവേദി, വനിതാവേദി, ജൂനിയർ വനിതാവേദി, ചിൽഡ്രൻസ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, മറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. തുടർന്ന് സമ്മാനദാനവും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അതിരാത്ര ഭൂമിയായ പാഞ്ഞാളിൽ അഗ്നി മോക്ഷം കഥകളി പുതിയ പരീക്ഷണത്തിൽ നടന്നു.
പാഞ്ഞാൾ കാട്ടിൽക്കാവ് ശിവക്ഷേത്രാങ്കണത്തിൽ നടന്ന കഥകളി അവതരണം കാണാൻ വിദേശികൾ അടക്കം നിരവധി പേർ എത്തി. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ നവതാര ആർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി കലാമണ്ഡലം മുൻ HOD രാംമോഹൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണയായിട്ട് വേഷങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ന്യായീകരണമുണ്ട്. കാരണം കഥകളിയിൽ നടപ്പുള്ള കഥയാണെങ്കിൽ നമുക്ക് ധാരാളം എല്ലാത്തിലും പ്രത്യേക വേഷങ്ങൾ പണ്ടുള്ള മുതൽ തന്നെ അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പുതിയൊരു കഥ ഉണ്ടാവുമ്പോഴാണ് പുതിയ കഥാപാത്രങ്ങളും അവർക്ക് വേഷങ്ങളും ഭാഷയും ഒക്കെ ഉണ്ടാവേണ്ടത്. അതൊരു നാടകത്തിൻ്റെ എല്ലാ നാടകത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ അവതരണ കലകളുടെയും ഒരു പ്രത്യേകതയാണ്. ചടങ്ങിൽ പാഞ്ഞാൾ ദേവസ്വം മാനേജർ നീലകണ്ഠൻ നമ്പൂതിരി മറ്റു നിരവധി വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. അഗ്നിമോക്ഷം കഥകളി വേറിട്ട അനുഭവമായി. കേരളത്തിലെ ഏറ്റവും പ്രധാനമുള്ള ക്ലാസിക്കൽ കലകളിൽ ഒന്നായ കഥകളിയിൽ ഇത്തരം പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത് അത്യപൂർവവും കലാരൂപത്തിന്റെ വ്യാപ്തിക്ക് നിലനിൽപ്പിനും അനിവാര്യമാണെന്ന് അഗ്നിമോക്ഷത്തിന്റെ സംവിധായകനായ കലാമണ്ഡലം രാജേഷ് പറഞ്ഞു. അഗ്നിദേവന്റെ കാഴ്ചപ്പാടിലൂടെ പൗരാണിക കലയുടെ മറ്റൊരു പുനരാഖ്യാനമാണ് PK വാസൻ അമലക്കരയുടെ ആട്ടക്കഥയിലൂടെ അനാവൃതമാകുന്നത്. കഥാപാത്രങ്ങളുടെ രൂപഘടനയിലും വേഷവിധാനത്തിലുമെല്ലാം നവീനമായ രീതികളാണ് അവതരണത്തിൽ കാണാനായത്. നിറഞ്ഞ സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ച അഗ്നിമോക്ഷത്തിന്റെ നൃത്ത സംവിധാനം നിർവഹിച്ചത് കലാമണ്ഡലം അരവിന്ദാണ്. കലാമണ്ഡലം ശ്രീജിത്ത് മാരാരാണ് സംഗീത സംവിധാനം. ചന്ദ്രൻ KT, ജയകൃഷ്ണൻ എന്നിവർ കോർഡിനേറ്റർമാരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുറ്റുമതിൽ തകർന്നു കിടന്നിരുന്നതിനാൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമായിരുന്നു. ക്ലാസ് മുറികളുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞ് തകർത്തതുൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഷൊർണൂർ ഗണേശ്ഗിരി ശ്രീ മുത്തപ്പൻ മഹോത്സവത്തിന് ഞായറാഴ്ച കൊടിയേറി. ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, തായമ്പക എന്നിവയുണ്ടായി. തിങ്കളാഴ്ച നക്ഷത്ര നിവേദ്യ പൂജ, പറയെടുപ്പ് എന്നിവ നടന്നു. മാർച്ച് 9 വരെയാണ് ഗണേശ്ഗിരി മുത്തപ്പൻ മഹോത്സവം. ഓൾ കേരള ഉണ്ണിമുകുന്ദൻ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പുതിയ ഉണ്ണിമുകുന്ദൻ ചിത്രമായ ഗെറ്റ് സെറ്റ് ബേബിയുടെ വിജയാഘോഷം സംഘടിപ്പിച്ചു. ഷൊർണൂർ ആശീർവാദ് സിനി പ്ലസിൽ നടന്ന വിജയാഘോഷം തിയേറ്റർ മാനേജർ മിഥുൻലാൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രദർശനത്തിനെത്തിയവർക്കൊപ്പമാണ് ഫാൻസ് അസോസിയേഷൻ വിജയാഘോഷം സംഘടിപ്പിച്ചത്. മധുരപലഹാര വിതരണവുമുണ്ടായി. ഓൾ കേരള ഉണ്ണിമുകുന്ദൻ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് പ്രതിനിധികളായ മണികണ്ഠൻ, നിഖിൽ, അഖിൽ എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വിജയാഘോഷത്തിൽ പങ്കെടുത്തു. ഫെബ്രുവരി 21 റിലീസ് ചെയ്ത സിനിമ 2ാം വാരത്തിലും കുടുംബ പ്രേക്ഷകർക്കൊപ്പം മുന്നേറുകയാണ്. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് YV രാജേഷും അനൂപ് രവീന്ദ്രനും രചന നിർവഹിച്ച് പുറത്തിറങ്ങിയ മലയാള ഭാഷ കോമഡി നാടക ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. സിനിമയിൽ ഉണ്ണിമുകുന്ദനൊപ്പം നിഖില വിമൽ, ചെമ്പൻ വിനോദ്, ശ്യാം മോഹൻ, സുരഭി ലക്ഷ്മി, ജോണി ആന്റണി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റലി. വിദ്യാർത്ഥികളിൽ പടരുന്ന അക്രമ വാസന തന്നെയാണ് ഇന്ന് എങ്ങും ചർച്ചാ വിഷയം. നമ്മുടെ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ ഇനി എന്ത് ചെയ്യാൻ കഴിയും? പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കാണാം മാറ്റലി. ഇന്നത്തെ കുട്ടികളിൽ വ്യാപകമായി കാണുന്ന ഈ ലഹരി ഉപയോഗത്തിന് നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് അതിന് തടയിടേണ്ടത്. കാരണം വീടുകളിൽ നിന്നുള്ള അവരുടെ ഒരു അമിത പരിഗണനയും വീടുകളിൽ നിന്ന് കിട്ടുന്ന അമിത സ്വാതന്ത്ര്യം, അവരെവിടെ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ അത് അമ്മമാർ തന്നെയാണ്. കുട്ടികളുടെ പെരുമാറ്റത്തിലോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അപാകതകൾ കണ്ടെത്തുകയാണെങ്കിൽ അത് അധ്യാപകരുമായിട്ട് ശ്രദ്ധിക്കുകയും അവരെ നിരന്തരം പിന്തുടരുകയും ചെയ്യുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതായി തന്നെയുണ്ട്. കൂടാതെ സ്കൂളുകളിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുചെന്നാക്കി ഒരു PTA മീറ്റിങ്ങിന് പോലും വിളിച്ചാൽ വരാൻ തയ്യാറല്ലാത്ത രക്ഷിതാക്കൾ ഇഷ്ടം പോലെയുണ്ട്. അത് കുട്ടികൾക്കൊരു ധൈര്യമാണ്. അവരെന്ത് ചെയ്യുകയാണെങ്കിലും അവർ പിടിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു ധൈര്യമാണ്. നിരന്തരം അധ്യാപകരുമായും രക്ഷിതാക്കൾ നിരന്തരം അവരെ പിന്തുടരുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത വന്നാൽ തന്നെ
ഈ കുട്ടികളിലെ ലഹരി ഉപയോഗം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. നാട്ടിലെ ആ തന്നെ കുട്ടികളിൽ വളരെ അക്രമവാസന കൂടുതലായിട്ട് വരും. കാരണം അതിലൊരു പ്രധാന പങ്ക് എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഉപയോഗം പല കുട്ടികളും ഒന്ന് വഴിതെറ്റി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലാകെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഈ മയക്കുമരുന്ന് ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അറിവുപ്പെടുത്താൻ പറ്റാവുന്നൊരു തലമുറയാണ് യുവാക്കളും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് പല സ്കൂളുകൾ പരിസരത്തും ഇത്തരം മാഫിയകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മയക്കുമരുന്ന് MDM പോലുള്ള മയക്കുമരുന്നുകൾ യഥേഷ്ടം എന്ന് വെച്ചാൽ കുട്ടികൾ പല രൂപത്തിലായിട്ട് കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എക്സൈസ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ശക്തമായി എടുക്കണം. എങ്കിലേ നമുക്ക് നമ്മുടെ നാട്ടിലാകെ തന്നെ ഇത്തരം കുട്ടികളിൽ നിന്ന് ഇതെല്ലാം തന്നെ അവരെ മാറ്റി നിർത്താനും അവരെ നല്ല വഴിക്ക് കൊണ്ടുപോകാനും കഴിയുള്ളൂ. കേരളത്തിലെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഇപ്പോൾ ഒരു അക്രമവാസന കൂടുതലായി രൂപപ്പെടുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിൽ മുഖ്യ ഘടകം ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികളിൽ അമിതമായി ലഹരി ഉപയോഗം വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ മാരകമായി ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ ഒരു കുട്ടികളുടെ ബാഗിൽ നിന്ന് കുട്ടി ഒരു ചോക്ലേറ്റ് കഴിച്ചപ്പോൾ ആ കുട്ടി മയങ്ങി വീഴുന്നൊരവസ്ഥയുണ്ടായി. അത് അധ്യാപകർ പരിശോധിച്ചപ്പോൾ അധ്യാപകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ ലഹരി പദാർത്ഥങ്ങൾ ആ ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു ക്യാമ്പയിൻ കേരളത്തിലെമ്പാടും ഉള്ള മുഴുവൻ പൊതുപ്രവർത്തകരും ഭരണ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ നടത്തേണ്ടതായിട്ട് ഇന്ന് കേരളത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. ലഹരിക്കെതിരെ ഇന്ന് നമ്മുടെ പുതിയ യുവാക്കളെ, കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു ക്യാമ്പയിന് തുടക്കം കുറിക്കണം കേരളത്തിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിന് ഏക പോംവഴി നിയമത്തിൻ്റെതായ നടപടികൾ ശക്തമാക്കുക എന്നുള്ളതാണ്. അതാത് ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ കർത്തവ്യം ഒരു രാഷ്ട്രീയ പ്രേരിതമോ ഒരു പക്ഷപാതിത്വമോ ഇല്ലാതെ നിറവേറ്റിയാൽ ഒരു പരിധിവരെ ഈ അക്രമം ഇല്ലാതാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വയലന്റായ സിനിമകൾ, അതുപോലെ ഗെയിമുകൾ, അത് ഉടനെ തന്നെ എത്രയും വേഗം ഗവൺമെന്റ് നിരോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. M സ്വരാജ് നയിക്കുന്ന ജാഥയെ വരവേറ്റത് കുലാമന്തോൾ പാലം പരിസരത്ത് വെച്ച്. സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, നവകേരളത്തിന്റെ രൂപരേഖയും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് M സ്വരാജ്. സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹം ആരോപിച്ച് കോൺഗ്രസ് മാർച്ച് 5-ന് കലം കമഴ്ത്തി സമരം നടത്തുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ഭൂമി തരം മാറ്റത്തിലൂടെ ലഭിച്ച 1606 കോടി രൂപ നെല്ല് സംഭരണ വില നൽകാനായി ഉപയോഗിക്കണമെന്ന കോടതി നിർദ്ദേശം നടപ്പിലാക്കണം. കോയമ്പത്തൂരിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വണ്ടാഴി സ്വദേശിയായ ഭർത്താവ് വീട്ടിലെത്തി സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കി. ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് വണ്ടാഴി എറാട്ടുകുളമ്പ് വീട്ടിൽ കൃഷ്ണകുമാർ. കാരണം കുടുംബ പ്രശ്നങ്ങളെന്ന് പോലീസ്. കടമ്പഴിപ്പുറം വായില്യം കുന്നിൽ കുളം വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ അധികൃതർ. വിവിധ പ്രദേശങ്ങളിൽ റവന്യൂ സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. 3 ദിവസത്തിനിടെ പിടികൂടിയത് അനധികൃത പ്രവർത്തനത്തിലേർപ്പെട്ട 3 ടിപ്പർ ലോറികളും 2 മണ്ണുമാന്തികളും 1 കംപ്രസറും. പരിശോധന തുടരുമെന്ന് അധികൃതർ. തൃശൂർ മുണ്ടൂരിലെ എണ്ണ ഗോഡൌണിൽ വൻ തീപിടുത്തം. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. തീയിട്ടത് മുൻ ജീവനക്കാരൻ. വാണിയംകുളത്ത് പഞ്ചായത്ത് ഭരണത്തിനെതിരെ BJP. സ്വജനപക്ഷപാതവും ജനദ്രോഹവും ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. മീറ്ററില്ലാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യയാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവിനെതിരെ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU. RTO ഓഫീസുകളിലേക്ക് തൊഴിലാളി മാർച്ച്. SSLC +2 പരീക്ഷകൾ തുടങ്ങി. റെഗുലർ വിഭാഗത്തിൽ ഇക്കുറി 10ാം തരം പരീക്ഷ എഴുതുന്നത് 4.25 ലക്ഷം വിദ്യാർത്ഥികൾ. പരീക്ഷ 26 വരെ. മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.